ഹലോ എവരി വൺ, നമുക്ക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ രണ്ട് ടൈമായിട്ടാണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പ്രോസസ്സായിട്ട് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യാം. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചേ. എ ന്യൂക്ലിയസ് ഓഫ് മാസ് നമ്പർ 189 സ്പ്ലിറ്റ്സ് ഇൻറ്റു 2 ന്യൂക്ലിയൈ having mass number 125 and 64, the ratio of radii എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു എല്ലാവരും. അപ്പോൾ എന്താണ് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. റേഡിയസ് പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ റൈസ് ടു 1/3 എന്നാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ കേസിൽ R1 പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ എത്രയാണ്? 125 റൈസ് ടു 1/3 എന്നാണ്, അതായത് ഈക്വൽ ടു 5 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ R2 പ്രപ്പോർഷൻ എത്രയാണ്? 64 റൈസ് ടു 1/3 എന്നാണ്. ഓക്കെ, 64ൻ്റെ ക്യൂബ് റൂട്ട് എത്ര? 4 എന്നാണ്. അപ്പോൾ R1/R2 എത്ര എന്നാണ് ഇനി എൻ്റെ ചോദ്യം? പറ. 5/4. അപ്പോൾ അത് ആൻസർ ഇതായിരിക്കുന്നു. ഓക്കെ അല്ലേ? പൊളിയല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ഇതുമാതിരിയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. റേഷ്യോ ഓഫ് 2 ന്യൂക്ലിയൈ, റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് 2 ന്യൂക്ലിയൈ ആണ് തന്നിരിക്കുന്നത്. മാസ് നമ്പർ സൂക്ഷിച്ച് നോക്കുക, 27ഉം 125ഉം. നിങ്ങൾക്കറിയാം ആദ്യത്തതിൻ്റെ റേഡിയസ് പ്രപ്പോർഷണൽ ടു എത്രയാണ്? മാസ് നമ്പർ റൈസ് ടു 1/3. 27ൻ്റെ ക്യൂബ് റൂട്ട് എത്ര? 3. ഇനി രണ്ടാമത്തെ കേസിൽ R2 പ്രപ്പോർഷണൽ ടു 125 റൈസ് ടു 1/3 അല്ലേ? എത്ര? 5. അപ്പോൾ R1/R2 എത്രയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ? 3/5. ഡയറക്റ്റ് ഇരിക്കുകയല്ലേ ചിരിച്ചോണ്ട് ആൻസറേ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എനർജി ഇക്വലൻറ്റ് 0.5 ഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. നമുക്ക് കണ്ടപ്പോൾ ഒരു പുച്ഛമൊക്കെ തോന്നി അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻട്രൻസിന് ചോദിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം കട്ടി ക്വസ്റ്റ്യനൊന്നും അല്ല ചോദിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എൻട്രൻസ് അല്ലേ, ചോദിക്കാൻ ചാൻസ് ഇല്ലല്ലോ, അപ്പോൾ എന്തോ ഒരു സംഭവം കുഴപ്പമുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ. അപ്പോൾ എനർജി കണ്ടുപിടിക്കാനുള്ള ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ എന്ന് പറയണം. E = mc² എന്നാണ് അല്ലേ. ഇതിൽ എമ്മിൻ്റെ വാല്യൂ എത്ര? 0.5 ഗ്രാം എന്നാണ്. അപ്പോൾ 0.5 × 10⁻³ എന്നാണ്, ഇൻറ്റു 3 × 10⁻⁸ സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പോൾ അതാ ആൻസർ കിട്ടാൻ പോകുന്നു. 0.5 × 10⁻³ ഞാൻ അതുപോലെ എഴുതി. 3യുടെ സ്ക്വയർ 9 എന്നാണ്, 10⁻⁸ സ്ക്വയർ 10⁻16 എന്നാണ്. ഇനി നിങ്ങൾ തന്നെ പറയുക, മൾട്ടിപ്ലൈ ചെയ്യുക. 4.5 × 10⁻13. നമ്മുടെ ആൻസർ ഇതായിരിക്കുന്നു ചിരിച്ചോണ്ടേ. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ എത്ര ക്വസ്റ്റ്യനായി? 3 ക്വസ്റ്റ്യനായി. ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറാൻ പോവാണ്. ഇൻ എ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ 2 ന്യൂക്ലിയൈ A and B fuse together to form C, releasing an amount of energy delta E. Okay, if the mass defects are delta MA, delta MB, delta MC, then which relation is correct എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ റിയാക്ഷൻ ഒന്ന് ഞാൻ എഴുതാം. എയും ബിയും കൂടെ കമ്പൈൻ ചെയ്ത് സി ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്ലസ്, നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എഴുതുമ്പോൾ ഒരു ക്യൂ കൂടെ എഴുതും. ക്യൂവിന് പകരമാണ് ഇവിടെ ഡെൽറ്റ ഇ എന്ന് എഴുതുന്നത്. കുഴപ്പമില്ലല്ലോ. ഇനി ഡെൽറ്റ ഇ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ക്യൂ വാല്യൂ അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന എനർജി എങ്ങനെ കാണും? പ്രോഡക്റ്റ് സൈഡിലാണ് എനർജി കൂടുതൽ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ മാസ് എനർജി മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ മാസ് എനർജി. അപ്പോൾ എങ്ങനെ എഴുതും? മാസ് ഡിഫക്റ്റുകൾ ഉണ്ട് സിയുടെ ഇൻറ്റു C². അതിൽ നിന്ന് റിയാക്റ്റൻ സൈഡ് മൈനസ് ചെയ്യണം. മാസ് ഡിഫക്റ്റ് ഓഫ് A × C² മൈനസ് ചെയ്യണം. മാസ് ഡിഫക്റ്റ് ഓഫ് B × C² മൈനസ് ചെയ്യണം. ഇനി നെഗറ്റീവ് ടേംസിനെയൊക്കെ ഞാൻ എടുത്ത് ലെഫ്റ്റിലോട്ട് വെച്ചോട്ടെ. അപ്പോൾ വിത്ത് യുവർ പെർമിഷൻ ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. ഡെൽറ്റ MA C² പ്ലസ് ഡെൽറ്റ MB C² എടുത്ത് ലെഫ്റ്റ് വെച്ചു. ബാക്കി പറയണം. ഡെൽറ്റ MC C² മൈനസ് ഡെൽറ്റ ഇ എന്നാണ്. ഈ ലെഫ്റ്റിൽ രണ്ടിലും C² കോമൺ ഉണ്ട്, ഞാൻ പുറത്തെടുക്കുന്നു. ബാക്കി ബ്രാക്കറ്റിൽ ഡെൽറ്റ MA പ്ലസ് ഡെൽറ്റ MB. ഇനി അടുത്തത് ഡെൽറ്റ MC C² മൈനസ് ഡെൽറ്റ ഇ എന്നാണ്. ഇനി ഡെൽറ്റ MA പ്ലസ് ഡെൽറ്റ MB കാണാൻ റൈറ്റ് സൈഡിനെ C² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ MC² മൈനസ് ഡെൽറ്റ ഇ ദ ഹോൾ ഡിവൈഡഡ് ബൈ C² എന്നാണ്. അപ്പോൾ അത് ആൻസർ ഇതാ കിട്ടി വരുന്നു.
ഡെൽറ്റ എം എ പ്ലസ് ഡെൽറ്റ എം ബി ഈസ് ഈക്വൽ ടു എല്ലാ ടേമിനെയും സി സ്ക്വയർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത ആൻസറായി ഡെൽറ്റ എം സി മൈനസ് ഡെൽറ്റ ഇ ബൈ സി സ്ക്വയർ എന്നാണ്. ഓക്കെ അല്ലേ? അത് ആൻസറായി കഴിഞ്ഞു. നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യുക. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. കറക്റ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് പ്രയാസപ്പെടാനൊന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അസർഷൻ റീസൺ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കേണ്ടതാണ്, നന്നായിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അസർഷൻ മാസ് ഈസ് നോട്ട് കൺസർവ്ഡ് ബട്ട് മാസ് ആൻഡ് എനർജി ആർ അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. ആർ കൺസിഡേർഡ് ആസ് എ സിംഗിൾ എൻറ്റൈറ്റി കോൾഡ് മാസ് എനർജി. ഓക്കെ, അപ്പോൾ അതിന് മിസ്റ്റേക്കായിട്ട് നിങ്ങൾ എടുക്കേണ്ട, അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് മാത്രമാണ്. അപ്പോൾ അസർഷൻ കറക്റ്റാണ്. ഇനി ഇതിൻ്റെ റീസൺ അതെന്താ അങ്ങനെ? മാസും എനർജിയും ഇൻ്റർ കൺവെർട്ടിബിൾ ആണ്. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് E = mc². അപ്പോൾ ഇനി റീസൺ നോക്കിയേ, മാസ് ആൻഡ് എനർജി ആർ ഇൻ്റർ കൺവെർട്ടിബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ഐൻസ്റ്റീൻസ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. റീസൺ എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ എന്നാണ്. നല്ല എളുപ്പമല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ? ഒരു ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജിയാണ് തന്നിരിക്കുന്നത്. ലിഥിയത്തിൻ്റെ തന്നിട്ടുണ്ട്, ഹീലിയത്തിൻ്റെ തന്നിട്ടുണ്ട്. ഇനി ഇൻ ദ റിയാക്ഷൻ ക്യൂ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മൈൻഡേ ചെയ്യേണ്ട. തരാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിനെപ്പറ്റി മിണ്ടേ വേണ്ട. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ കണ്ടുപിടിച്ച് നോക്കാം. ലിഥിയത്തിൻ്റെ നോക്കാം. അപ്പോൾ ലിഥിയത്തിൻ്റെ മാസ് നമ്പർ 7 ആണ്. അപ്പോൾ അതിനകത്ത് 7 ന്യൂക്ലിയോൺസ് ഉണ്ട്. ഒരു ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജിയാണ് 5.60. അപ്പോൾ 7 എണ്ണത്തിൻ്റെ എത്ര? 7 × 5.60. ഇതാണ് ലിഥിയത്തിൻ്റെ. ഓക്കെ, ഇനി അടുത്ത പ്രോഡക്റ്റ് സൈഡിൽ 2 ഹീലിയമാണ് അല്ലേ? അപ്പോൾ 2 ഹീലിയം. ഒരു ഹീലിയത്തിൻ്റെ കാര്യം പറയാം. ഒരു ഹീലിയത്തിൻ്റെ മാസ് നമ്പർ 4 ആണ്. അപ്പോൾ 4 ന്യൂക്ലിയോൺസ്. അപ്പോൾ എത്ര വരും? 4 × 7.06. ഇനി നിങ്ങൾക്ക് ക്യൂ വാല്യൂ ആണ് വേണ്ടത് അല്ലേ? ക്യൂ വാല്യൂ കാണാൻ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് സൈഡിലുള്ള 2 പേരുടേതാണ്. അപ്പോൾ 2 × എന്ത് ചെയ്യണം? 4 × 7.06 നിന്ന് മൈനസ് ചെയ്യണം റിയാക്ടൻ സൈഡിൽ. ഞാൻ പറഞ്ഞു വണ്ണച്ചോണ്ടിനെ മൈൻഡ് ചെയ്യണ്ട. ഇതാ അടുത്തത് എത്രയാണ്? 7 × എത്രയാണ്? 5.60. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 മനസ്സിലായല്ലോ. പ്രോഡക്റ്റ് സൈഡിൽ 2 പേരുണ്ട്. അത് നിങ്ങൾ നോക്കാം. പ്രോഡക്റ്റ് സൈഡിൽ 2 പേരാണ്. അപ്പോൾ 2 പേരുടേത് ഇൻറ്റു ഒരാളിൻ്റെത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, മൈനസ് റിയാക്ടൻ സൈഡ്. ഇത് നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആൻസറായി കഴിയും. ആൻസർ വരുന്നത് 17.28 എന്ന് വരും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 17.28 എന്ന് വരും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 17.3 എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രയാസമുണ്ടോ? പ്രയാസമല്ല, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറെ രീതി ചോദിച്ചിരിക്കുന്നു. അല്ലേ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻ എ ഹെവിയർ ന്യൂക്ലിയസ്. ഒരു ഹെവിയർ ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് എത്ര വരും എന്നാണ് ചോദ്യം. ഓർത്ത് വെച്ചോണേ. അതിൻ്റെ ആൻസർ 7 MeV ആണ്. ഹെവിയർ ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 7 MeV വരും. അത് ഓർത്ത് വെച്ചോണം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് അസർഷൻ റീസൺ ആണ്. അൺലൈക്ക് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ് ഹാസ് ലിമിറ്റഡ് റേഞ്ച്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് ഷോർട്ട് റേഞ്ചിലാണെന്നാണ് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഒക്കെ ലോങ് റേഞ്ചിലാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു കൊടുത്തു. ഇനി അടുത്ത് ബാക്കി റീസൺ, ന്യൂക്ലിയർ ഫോഴ്സ് ഡു നോട്ട് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. അതതിൻ്റെ റീസൺ ഒന്നും അല്ല. അപ്പോൾ അസർഷൻ എന്താണ്? റീസൺ രണ്ടും എന്താണ്? കറക്റ്റാണ്. ന്യൂക്ലിയർ ഫോഴ്സ് ഇൻവേഴ്സ് സ്ക്വയർ ലോയെ ഒബേ ചെയ്യുന്നില്ല എന്നുള്ളതും കറക്റ്റാണല്ലോ. അപ്പോൾ അസർഷനും റീസണും കറക്റ്റാണ്. പക്ഷേ റീസൺ ഈസ് നോട്ട് ദ എക്സ്പ്ലനേഷൻ അല്ലേ? റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്, സെക്കൻഡാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th ക്വസ്റ്റ്യനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇൻ ദ ഗിവൺ റിയാക്ഷൻ ദ എലിമെൻറ്റ് എക്സ് ഏതാണ്? അപ്പോൾ നമ്മുടെ ഇവിടെ എക്സ് ഏതാണ്? നമുക്ക് റിയാക്ഷൻ നോക്കാം. Na1122 gives എക്സ് അല്ലേ പ്ലസ്
ഇ എന്ന് പറഞ്ഞാൽ പോസിട്രോൺ ആണ്, +1 E0 എന്നാണ് കറക്റ്റ്. പ്ലസ് ന്യൂട്രിനോ എന്ന് പറയുന്നത് ചാർജ്ലെസ് മാസ്ലെസ് പാർട്ടിക്കിളാണ്, അതിനെ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ 11 ആണ്. അപ്പോൾ 11 നിന്ന് 1 പോയാൽ 11 - 1 എത്ര വരും? 10. ഓക്കെ, ഇനി 22 - 0 എത്ര വരും? 22 - 0 എത്ര വരും? 22. അപ്പോൾ എലിമെൻറ്റിൻ്റെ 10, 22 വരുന്നതാണ് എലിമെൻറ്റ്. അത് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇതായിരിക്കുന്നു എലിമെൻറ്റ് എന്ന് പറയുന്നത് നിയോണാണ്. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടായ അത് സ്ട്രൈറ്റ് ക്വസ്റ്റ്യനാണ്. ഇനി നമ്മൾ 10th ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് XZ A എന്നാണ് എലിമെൻറ്റിൻ്റെ പേര്. ഇത് എന്തായിട്ട് മാറുന്നു? ബി എന്ന് പറയുന്ന എലിമെൻ്റായിട്ട് മാറുമ്പോൾ അറ്റോമിക് നമ്പർ 1 കുറയുന്നു. അറ്റോമിക് നമ്പർ 1 കുറയുന്നു. ഇതാകും 1 കുറഞ്ഞു. അറ്റോമിക് നമ്പർ 1 കുറഞ്ഞു. ഓക്കെ, അറ്റോമിക് നമ്പർ 1 കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ബീറ്റ മൈനസ് എമിറ്റ് ചെയ്യണം. ആണോ ബീറ്റ പ്ലസ് എമിറ്റ് ചെയ്യണം എന്നാണോ? പറയൂ. ബീറ്റ മൈനസ് എമിറ്റ് ചെയ്യുമ്പോൾ അറ്റോമിക് നമ്പർ 1 കൂടുകയാണ്. അപ്പോൾ ബീറ്റ പ്ലസ് എമിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അപ്പോൾ ഇപ്പം തന്നെ ആൻസർ ആയിട്ടുണ്ടേ. ഇനി ബാക്കി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതിൻ്റെ അറ്റോമിക് നമ്പർ Z-3 ആയിട്ട് മാറി. അപ്പോൾ പുതിയ പ്രോഡക്റ്റായി C എന്നാണ് എൻ്റെ പേര്. ഇതായിട്ട് മാറി. അപ്പോൾ എത്ര കുറഞ്ഞു? 2 കൂടെ കുറഞ്ഞു. അപ്പോൾ അറ്റോമിക് നമ്പർ 2 കുറയണമെങ്കിൽ ഹീലിയം എമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആൽഫ എമിറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ സാധനം ആൽഫയാണ്. ഇനി ഇത് Z-2 ആയിട്ട് മാറി, പുതിയൊരു എലിമെൻ്റായിട്ട് മാറി D. അപ്പോൾ ഈ സാധനമായിട്ട് മാറണമെങ്കിൽ എന്താ സംഭവിക്കണ്ടേ? 1 കൂടണം. അറ്റോമിക് നമ്പർ 1 കൂടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബീറ്റ മൈനസ് എമിറ്റ് ചെയ്യണം. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇതായിരിക്കുന്നു നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വളരെ ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരത്തെ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത 10 ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ.